ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തോട്ടങ്ങളിലൊന്നാണിത്. 7200 പ്ലാവുകൾ വെച്ചിട്ടുണ്ട്. പറിക്കുന്ന വഴി തന്നെ ഒന്ന് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ പുറത്തെ ചക്കയുടെ മടല് ചെത്തുന്നു. ചെറിയ ചെറിയ പീസുകളെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ചക്ക റിസോർട്ട് എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയേണ്ടി വരും. ഓഫ് റോഡ് ട്രക്കിങ്ങും അതേപോലെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട്. നിങ്ങൾ മൂത്തതാണോ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്? നമ്മൾ എടുക്കുന്നത് നമ്മൾ ടെൻഡർ ജാക്ക് എന്ന് പറയുന്ന ഒരു ബൾബ് കണ്ടീഷനുള്ള ചക്കയാണ് എടുക്കുന്നത്. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലും മൂവാറ്റുപുഴക്ക് അടുത്തായിട്ട് ആരക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ ഈ കാണുന്ന പരിശുദ്ധം ഫാംസ് ആൻഡ് പ്ലാന്റേഷൻസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് അറിയോ? പല പുട്ടുപൊടികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ചക്ക പുട്ടുപൊടി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചക്ക പുട്ടുപൊടി മാത്രമല്ല കേട്ടോ നമുക്ക് കാണാനുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ചക്ക കയറി പോകുന്നത് ഇടിച്ചക്കയായിട്ടാണ്. അത്രമാത്രം ചക്കകളാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണണ്ടേ? നേരെ പരിശുദ്ധം ഫാംസ് ആൻഡ് പ്ലാന്റേഷൻസിന്റെ വിശേഷങ്ങളിലേക്ക്. അപ്പൊ നമ്മള് ചക്കയുടെ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. 14 ഏക്കർ കണക്ക് സ്ഥലത്താണ് ഈ ഒരു ചക്ക തോട്ടം വരുന്നത്. അതായത് പ്ലാവിന്റെ തോട്ടം. ഓക്കെ, ഈ പ്ലാവിൻ തോട്ടത്തിൽ നമ്മളിപ്പോ ഈ കണ്ടിരിക്കുന്നത് ഇതിന് എത്ര ഹൈറ്റ്, എത്ര വർഷത്തെ ഇതിന്റെ എത്ര ഹൈറ്റ് ഉണ്ട്? 1.5 വർഷത്തെ പഴക്കമാണുള്ളത്, പ്രായമാണുള്ളത്. 1.5 വർഷം. ഓക്കെ, ഏതാണ്ട് ഒരു 13 അടി 12 അടിയാണ് ഇപ്പൊ നിലവിലുള്ള ഹൈറ്റ് വന്നിരിക്കുന്നത്. 1.5 വർഷം കൊണ്ടുള്ള ചക്കകൾ നമ്മൾ ഈ കാണുന്നത്. അതെ അതെ. ഇതിൽ നിന്നൊക്കെ വെട്ടിയെടുത്തോ മുന്നേ? ഇതിപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ ഈ ഒരു 20 ദിവസം കൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്രോപ്പിംഗ് തീരുവാണ്. കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. ഇത് കഴിയും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര ദിവസം എടുക്കും? അടുത്തത് പയ്യെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഓരോന്നും പയ്യെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇവിടെയൊക്കെ വരുന്നുണ്ട്, വന്നിട്ടുണ്ട്. അതായത് ഒരു ഇതെല്ലാം വന്നിരിക്കുന്നതാണ്. ഈ ഒരു സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം വന്നിട്ടുണ്ട്. ഈ കട്ട് ചെയ്തേക്കണ ഇതിൽ തന്നെ പുതിയ വീണ്ടും വരും. 3-4 ചക്കങ്ങളുടെ വരും. ഈ പ്ലാവ് ഏത് ബ്രീഡാ വരുന്നത്? ഇത് നമ്മള് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഐറ്റം ആണ്. ഇതിന്റെ മാക്സിമം വെയിറ്റ് വരുന്നത് മൂത്ത് കഴിഞ്ഞാൽ 5 കിലോ മുതൽ 7 കിലോ വരെയുള്ള വരുന്നത്. മൂത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൂത്തതാണോ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്? നമ്മൾ എടുക്കുന്നത് നമ്മൾ ടെൻഡർ ജാക്ക് എന്ന് പറയുന്ന ഒരു ബൾബ് കണ്ടീഷനുള്ള ചക്കയാണ് എടുക്കുന്നത്. ഏകദേശം ഈ പരുവത്തിൽ വരുന്ന ചക്ക. അതായത് കുഞ്ഞൻ ചക്ക എടുക്കുന്നത്. അതെ, 3.5 കിലോയ്ക്ക് താഴെ 3 കിലോയ്ക്ക് താഴെ വരുന്ന വെയിറ്റ് ഉള്ള ഐറ്റമാണ് എടുക്കുന്നത്. അത്രേ വേണ്ടു. അല്ലാതെ പഴുത്തിട്ട് നിങ്ങൾ ചൊളയല്ല ഇതിന് വേണ്ടി എടുക്കുന്നത്? അല്ല അല്ല അല്ല. നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ടെൻഡർ ജാക്ക് ഫ്രൂട്ട് പൗഡർ പ്ലസ് റൈസ് വരുന്ന ജാക്ക് ഫ്രൂട്ട് പൗഡർ ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ചക്ക ഉണ്ടല്ലോ, ഇത് ഒരേ ബ്രീഡ് തന്നെ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരേ ഐറ്റം തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരേ ഐറ്റം തന്നെ വെച്ചിരിക്കുന്നത്. മിക്സ് ആവാൻ പാടില്ല. അല്ല, പല ഐറ്റം വരുമ്പോഴത്തേക്കും ടേസ്റ്റിനും ഡിഫറൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അതിന് ഇത് ചെയ്യുമ്പോൾ ഈ വിയറ്റ്നാം മേഖലയിൽ ഈ ചക്കപ്പൊടി എടുക്കുമ്പോൾ 3 കിലോ താഴെയുള്ള ബൾബ് ചക്കപ്പൊടി എടുക്കുമ്പോൾ നമുക്കിതിനകത്ത് കയ്പ് വരുന്നില്ല. ബാക്കിയുള്ള ചുള മാത്രം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കയ്പ് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ഡ്രൈ ചെയ്യുമ്പോൾ. ഇനി എനിക്ക് അറിയേണ്ടതും കാണേണ്ടതും ഈ ചക്ക നിങ്ങൾ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്തെടുക്കുന്നത്, അതിന്റെ രീതികൾ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മുടെ പറമ്പിൽ നിന്നും നമ്മുടെ ഫാമിൽ നിന്നും ഇതിപ്പോൾ 7200 പ്ലാവുകളുള്ള ഈ ഓർഗാനിക് ഫാമിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തിരുന്ന ടെൻഡർ ജാക്ക് എന്ന് പറയുന്ന അതൊരു ചെറിയ സ്വീറ്റ്നെസ്സോട് കൂടിയ ചക്കയാണ്. അപ്പോൾ അതിനെ നമ്മൾ പറിക്കുന്ന വഴി തന്നെ ഒന്ന് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ പുറത്തെ ചക്കയുടെ മടല് ചെത്തുന്നു. വീണ്ടും ഒന്നുകൂടി അതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ പീസുകളെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നു. ഫസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ചെറുതായിട്ട് അതിനെ 1 സെന്റിമീറ്റർ താഴെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അത് ഡ്രയറിലേക്ക് ആക്കുന്നു. ഡ്രയറിലൊരു മാക്സിമം 1.5 ദിവസം 2 ദിവസത്തിനുള്ളിൽ അത് നല്ല ഫുൾ ഡ്രൈ ആവുന്നു. ഉണക്കിയെടുത്തതിനെ നമ്മൾ പൊടിച്ചെടുക്കുന്നു. ഞാൻ പുട്ടുപൊടിയുടെ പ്ലാന്റിൽ നമ്മൾ ഈ സാധനം ഇതിനെ ബ്ലെൻഡ് ചെയ്ത് അതിനെ പാക്ക് ചെയ്ത് 600 ഗ്രാമിന്റെ പാക്കുകളാക്കി നമ്മൾ വിപണിയിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് കഴിച്ചാലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങളുള്ളത്? നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ജാക്ക് ഫ്രൂട്ട് പൗഡർ എന്ന് പറയുന്നത്. എല്ലാ പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതും പിന്നെ ബ്ലഡിന്റെ ഷുഗർ കൺട്രോൾ അങ്ങനെയുള്ള പല ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ട്. ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചക്കനെ കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചക്കയുടെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിയാൽ മിനിമം ഒരു 10-15ഓളം ഐറ്റം കാണിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു തോട്ടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തോട്ടങ്ങളിലൊന്നാണിത്. 7200 പ്ലാവുകൾ വെച്ചിട്ടുണ്ട്. ഉദ്ദേശം ഒരു പ്ലാവിൽ നിന്ന് ഇപ്പോൾ നിലവിലെ പ്രസന്റ് കണ്ടീഷനിൽ തന്നെ നമുക്കൊരു 10 ചക്ക 15 ചക്ക 30 ചക്ക വരെയുള്ള പ്ലാവുകളുണ്ട്. അപ്പോൾ 30 ചക്ക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഒരു 10-150 കിലോ ആദ്യത്തെ ഈ ഒരു ഈൽഡിങ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഉദ്ദേശം ഒരു 300 കിലോ ചക്കയെങ്കിലും ഒരു വർഷം 300-500 ഇടയ്ക്കുള്ള ചക്കകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 7000 പ്ലാവുണ്ട്. 300 കിലോ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു വോളിയം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു വലിയ വോളിയം നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ലോക്കൽ മാർക്കറ്റും ഇന്റർനാഷണൽ മാർക്കറ്റും എല്ലാ മാർക്കറ്റും അലിബാബ, ആമസോൺ അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്യൂർ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അത് ട്രേഡ് മാർക്ക് പരിശുദ്ധം പ്യൂർ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഒരു 3 ഏക്കർ സ്ഥലത്തോളം ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. 15 ഏക്കർ 3 ഏക്കർ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
അത് 7 വർഷത്തെയാണ്. എൻ്റെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 ഇയർ കഴിഞ്ഞു. 1 ഇയറിൻ്റെ ഓഡിറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 വർഷം കൊണ്ടാണ് നമ്മളിതിനെ ഒരു അടുത്ത ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം നമ്മുടെ മുന്നിലുള്ളത്. ഞാനിവിടെ വന്നത് ശരിക്കും ഒരു ചക്ക പുട്ടുപൊടി അത് കാണാനും അറിയാനും അതെന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് കുറേ ആളുകൾ ഇവിടെ വരുന്നു, ഒരു റിസോർട്ടിന്റെ ഒരു പ്രതീതി, കാരണം വരുന്നു കാണുന്നു പോവുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ. ഇവിടെ എന്താ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളിതൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്ലാന്റേഷൻ എന്നുള്ളതിനപ്പുറത്തോട്ട് ഒരു വരുന്ന ആളുകളെ പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചക്ക ഇതെങ്ങനെ കായ്ച്ചേക്കണ്, ഇത്ര പെട്ടെന്ന് കായ്ക്കണ എങ്ങനെയാണ്, ഇത്ര കിലോ ചക്ക ഉണ്ടാകുമോ, പല സംശയത്തിലുള്ള ആൾക്കാരുണ്ട്. സംശയമുള്ള ആൾക്കും ഇവിടെ വന്ന് പരിശോധിക്കാവുന്ന രീതിയിൽ ഇത് ഓപ്പണാണ്, ഫുൾ ടൈം ഓപ്പണാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ റിസോർട്ടിൻ്റെ കൺസെപ്റ്റ് പോലൊക്കെ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. വരുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ദിവസം തങ്ങാനും പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒരു 10-30 പേർക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം താമസിക്കാനുള്ള 10 ചെറിയ കോട്ടേജുകളും സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഒരു ഓഫ് റോഡ് ട്രക്കിങ് നമ്മുടെ തന്നെ വണ്ടിയുണ്ട്. ഇത് 1 കിലോമീറ്റർ നീട്ടമുണ്ട് ഇതിൻ്റെ മേളിലേക്ക്. ഭയങ്കര ഒരു ഭംഗിയാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്നത്. മേളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട അടുത്ത പ്രദേശങ്ങളെല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇത് വരുന്ന ആൾക്കാർക്ക് അതിന് വേണ്ട ഒരു ട്രക്കിങ്ങും സംവിധാനവും ഒക്കെ നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. ഒരു വലിയ പ്രൊജക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ കൊണ്ടുനടക്കുന്നു. ഇത്രയാണ് പരിശുദ്ധം ഫാംസ് ആൻഡ് പ്ലാന്റേഷൻസിന്റെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ച നമ്മൾ കണ്ടില്ലല്ലേ? ഇവിടെ ചക്ക പുട്ടുപൊടി കാണാൻ വേണ്ടി വന്നു, എന്നാൽ വലിയൊരു പ്ലാന്റേഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റി. അത് മാത്രമല്ല ഒരു റിസോർട്ടിന്റെ സെറ്റപ്പ് തന്നെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.